Hi dears, welcome back to my channel. Finally monetized. Yes, അങ്ങനെ എൻ്റെ ചാനലും മോണിറ്റൈസ് ആയിരിക്കുകയാണ് ഗൈസ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിനായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയും അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെയാണ് പറയുന്നത്. ഈ ഒരു യൂട്യൂബിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ എങ്ങനെയാണ് മോണിറ്റൈസ് ആയതും എന്നൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യുക. യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത് 2024 ജൂലൈ 25-നാണ് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1.5 വർഷമായിട്ടുണ്ട്. 1.5 വർഷം എടുത്തിട്ടോ എനിക്ക് മോണിറ്റൈസ് ആവാൻ തന്നെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റേതൊരു ഫേസ്ലെസ് ചാനലാണ്. ഫേസ് കാണിക്കാതെയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റേതൊരു വോയിസ്ലെസ് ചാനലും കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ് അങ്ങനെ വീഡിയോസ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൻ്റെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വോയിസ് കൊടുക്കാനും മടി കാരണം അതൊന്നും ചെയ്യാതെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് എല്ലാവരും കമൻസായിട്ട് പറയാൻ തുടങ്ങി, ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ കമൻസായിട്ടും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വോയിസ് കൊടുത്തു തുടങ്ങി കേട്ടോ. ഫസ്റ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് എന്തോ പോലെയായിരുന്നു. നമ്മുടെ വോയിസ് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീലാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വോയിസ് കൊടുക്കാതെയൊക്കെ മടിച്ചിരുന്നിട്ട് പിന്നെ ഒന്ന് കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. കുറേ ആൾക്കാർ നല്ല കമൻസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് അങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ആകെ അറിയുന്നത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും വേണം മോണിറ്റൈസ് ആവാൻ എന്നുള്ള ആ ഒരു ഇത് മാത്രമേ അറിയുള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ ടെക് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഒരു ബ്രാൻഡ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അതിലെനിക്ക് 14K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റീൽസൊക്കെ റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീൽസ് തന്നെ ഇതിലേക്ക് ഷോർട്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റീൽസ് എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ലോങ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ യൂട്യൂബിലേക്ക് ഓരോ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമ്മൾ ഷോർട്സ് ചെയ്യും പോലെയല്ല, ലോങ് വീഡിയോസ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വോയിസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അങ്ങ് സോങ് എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ 2-3 വീഡിയോസ് നല്ല റീച്ച് കിട്ടിയിട്ടോ. വോയിസ് ഒന്നും കൊടുക്കാതെ ചെയ്തിട്ടും അതിന് 21K 28K 10K ഇങ്ങനെയൊക്കെ വ്യൂസ് എനിക്ക് കിട്ടി കേട്ടോ. ഈ ഒരു 28K വ്യൂസിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല വാച്ച് അവർ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 1000 വാച്ച് അവേഴ്സിൻ്റെ അടുത്ത് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് വീക്കിലി 2 വീഡിയോസെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെ പിന്നെ നമ്മളത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മടി കാരണം കുറച്ച് ലാഗായിട്ട് അങ്ങനെ പോയി. എന്നാലും ഞാൻ വീക്കിലി 1 അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അതേപോലെ കുറേ ടെക് ചാനലുണ്ടല്ലോ, അവരിങ്ങനെ പറയുന്നത് ഇങ്ങനെ കാണും, ഇങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോസ് ചെയ്യണം, ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അത്രമാത്രം കണ്ടൻറ്റുകൾ നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് പിന്നെ അത് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് കുറേ സമയമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടുന്ന വർക്കും നമുക്ക് ആ സമയത്തിന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, വീക്കിലി 1-2 ഒക്കെ ഇട്ടു അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഷോർട്സ് വീക്കിലി 2 അങ്ങനെയൊക്കെ ഇടും. അങ്ങനെയാണ് എൻ്റെ ചാനൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ഷോർട്സിൽ നിന്ന് തന്നെ എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സബ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ അവരുടെ അടുത്ത് കാണാൻ പറയുമ്പോഴും ഞാൻ ചെയ്യുന്നത് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ഈ ഒരു ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും സർക്കിളിൽ വളരെ കുറച്ച് പേരെ 3-4 പേരൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നവരുള്ളൂ. പക്ഷെ നമ്മൾ അവരോട് നിർബന്ധിച്ച് ഇത് കാണാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഗ്യാങ് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് വരണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് വ്യൂസ് കൂടുള്ളൂ. ഇതിലൂടെയാണ് നമുക്ക് യൂണിക് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഓഡിയൻസിൽ നമുക്ക് എത്ര യൂണിക് വ്യൂവേഴ്സാണ് വരുന്നതെന്ന്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന നമ്മുടെ വ്യൂവേഴ്സിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മുടെ ചാനലൊന്ന് റീച്ച് ആവുള്ളൂ, വ്യൂവേഴ്സ് കൂടുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. നമ്മൾ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഈ ഒരു 4000 വാച്ച് അവർ എന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ 4000 വാച്ച് അവർ എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ 1 വർഷം കൊണ്ടാണ് തികയ്ക്കേണ്ടത്. അപ്പോൾ എൻ്റേത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റേത് ആവാൻ 1.5 വർഷമാണ് എടുത്തിട്ടുള്ളത്. 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആയിട്ടോ. ഈ ഒരു ഷോർട്സ് എന്നൊക്കെയാണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 4000 വാച്ച് അവർ എന്ന് പറയുന്നത് എനിക്ക് 1 വർഷം കൊണ്ട് തികക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഒരു 8 മാസമൊക്കെ ആയപ്പോഴേക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് തന്നെ 2-3 വീഡിയോ ഒന്ന് നല്ല വ്യൂസ് കിട്ടിയിട്ട് തന്നെ എനിക്കൊരു 3000 വാച്ച് അവേഴ്സിൻ്റെ അടുത്ത് എത്താനായിരുന്നു കേട്ടോ. 2900 സംതിങ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് 8 മാസമാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇനിയൊരു 4 മാസം കൂടി ഉണ്ടല്ലോ. ഈ ഒരു 4 മാസത്തിനുള്ളിൽ എനിക്ക് ഒരു 1000 വാച്ച് അവേഴ്സും കൂടി കിട്ടിയാൽ 4000 വാച്ച് അവേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെയും വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു വ്യൂസൊന്നും പിന്നെ കിട്ടിയില്ല. എനിക്ക് 100-ൽ താഴെ വ്യൂസ് മാത്രമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വ്യൂസിൽ നിന്നും ഒരു വാച്ച് അവറും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. പക്ഷെ നമുക്ക് അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് എന്താവും, വീഡിയോസ് ഇടാനൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് പോവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ലാഗായിപ്പോയി. ഇത് യൂട്യൂബ് എന്നോട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടോ. ഒരു 10-12 വീഡിയോസ് ഇട്ടിട്ടും ഒന്നിനു പോലും ഒരു വ്യൂസും ഇല്ലായിരുന്നു. എല്ലാം 100-ൽ താഴെ വ്യൂസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 2000-ന് മുകളിലുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിങ് വർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട്. നമുക്ക് മൂഡ് വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. പക്ഷേ ഞാൻ വീക്കിലി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 1 ഇയർ കംപ്ലീറ്റ് ആവുന്നത്. ഈ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയതോടു കൂടി എനിക്ക് എന്തായി, ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഓരോ വീഡിയോസിൻ്റെ വാച്ച് അവർ ഉണ്ടല്ലോ, അത് നമ്മുടെ ടോട്ടൽ വാച്ച് അവറിൽ നിന്നും കുറയും കേട്ടോ. ഓരോ വർഷം തികയും തോറും നമ്മുടെ ആ ഒരു വർഷം തികയുന്ന വീഡിയോസിന് കിട്ടിയിട്ടുള്ള വാച്ച് അവർ നമ്മുടെ ടോട്ടൽ വാച്ച് അവറിൽ നിന്നും കുറയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ തന്നെ 3000-നടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വാച്ച് അവേഴ്സിൽ നിന്നാണ് ഇത് കുറയാൻ തുടങ്ങിയത്. 3000 കംപ്ലീറ്റ് ആയിട്ട് വേണം എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതും കൂടി ആയപ്പോഴേക്ക് വീഡിയോസ് ഇടാനും മൂഡ് പോയി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെ ഞാനിത് എന്താക്കി, സ്റ്റോപ്പാക്കിയില്ല. എപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് വീഡിയോസ് ഇടും, തോന്നുമ്പോൾ വീഡിയോസ് ഇടും, സമയം ഒന്നും നോക്കാതെ അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇടും, ഷോർട്സ് ഇടും, അങ്ങനെയൊക്കെ പോയിട്ടോ. YT സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ ഡെയിലി വാച്ച് അവർ കുറയല്ലാതെ കൂടുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ആ കുറയുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് നമുക്ക് ന്യൂ വീഡിയോസിൽ ഡബിളായിട്ട് വ്യൂസ് കിട്ടിയാലേ നമുക്ക് കൂടുള്ളൂ. കാരണം ഇപ്പുറത്ത് ഓൾഡ് വീഡിയോസിൻ്റെ കുറയുന്നതോടൊപ്പം കൂടി പുതിയ വീഡിയോസിന് ഒരു വ്യൂസും ഇല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു 3000-ൽ നിന്ന് ഒറ്റയടിക്ക് എനിക്ക് ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള 28K 21K ഈ ഒരു വീഡിയോസിൻ്റെ ഒക്കെ വാച്ച് അവർ കുറഞ്ഞപ്പോൾ എനിക്ക് നല്ല കുറച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒറ്റയടിക്ക് എനിക്ക് 1000 വാച്ച് അവറൊക്കെയാണ് കുറയുന്നൊരവസ്ഥയായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് എടുത്ത എഫേർട്ടിൻ്റെ ഒക്കെ ഒരു വാച്ച് അവറാണ് പോകുന്നത്. പിന്നെ വിചാരിച്ചു മോണിറ്റൈസേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ടേനും. നമ്മുടെ ഒരു പാഷനാണല്ലോ, അത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്കിതിൽ നിന്നും വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാനതങ്ങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലേറ്റസ്റ്റ് സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു കേട്ടോ. അതിന് എനിക്ക് ഒറ്റയടിക്കന്നെ 50K വ്യൂസാണ് കിട്ടിയത്. ഈ ഒരു 50K വ്യൂസിൽ അത്യാവശ്യം നല്ല വാച്ച് അവറാണ് എനിക്ക് കയറിയുള്ളത്. 2500 വാച്ച് അവേഴ്സ് എനിക്ക് ഒറ്റയടിക്ക് കയറി കേട്ടോ. അപ്പോൾ എൻ്റേത് മറ്റേത് കുറഞ്ഞൊരു 1700 സംതിങ് വാച്ച് അവേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് ഈ ഒരു 2500 വാച്ച് അവേഴ്സും പിന്നെ 2-3 വീഡിയോസിൽ 8K 10K അതിനൊക്കെ എനിക്ക് കൂട്ടിയിട്ട് എനിക്ക്
എൻ്റെ 4000 വാച്ച് അവേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് ഡിസംബർ പകുതിയോട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2 ആഴ്ച കൊണ്ട് ഈ ഒരു 2500 വാച്ച് അവേഴ്സ് കിട്ടിയിട്ട് എൻ്റെ 4000 വാച്ച് അവർ എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ 2026 ജനുവരി 2-നാണ് എനിക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അതായത് നമ്മൾ മോണിറ്റൈസേഷൻ ആയി എന്നുള്ള ആ ഒരു മെസ്സേജാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് 1 വീക്ക് കൊണ്ട് തന്നെ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4000 വാച്ച് അവേഴ്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും ആഡ്സൻസ് വെരിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ ടെക് ചാനലുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ക്രിയേഷൻസ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ടെക് ചാനൽ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്, ഇത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചാനൽ എനിക്ക് വളരെ ഉപകാരപ്പെട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുത്തു. ഈ ഒരു മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇതുവരെ ഇല്ലാത്ത കുറേ ഓപ്ഷൻസുകൾ നമുക്ക് പുതുതായിട്ട് പിന്നെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ഓണാക്കുക ഓഫാക്കുക ആ ഒരു ഓപ്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയി അതിന് അപ്ലൈ ചെയ്ത് അത് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന വ്യൂസിനാണ് നമുക്ക് മോണിറ്റൈസേഷൻ വഴി റവന്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 0 ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡോളർ കയറുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യത്തെ റവന്യൂ ആയിട്ട് വന്നിട്ടുള്ളത് $1 താഴെ ആയിരുന്നു കേട്ടോ. കാരണം അത്രയും വ്യൂസ് കുറവായിരുന്നു. ഈ ഒരു വീഡിയോ 50K കിട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് അത് വല്ലാതെ അങ്ങ് വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ 60K ആവാനായിട്ടുണ്ട്. എന്നാലും അതിൽ കുറച്ചേ കിട്ടുന്നുള്ളൂ. പിന്നെ എനിക്കുണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു, നമുക്ക് 1K വ്യൂസിന് എത്ര ഡോളറാണ് കിട്ടുകയെന്ന്. അതിപ്പോൾ ഈ ഡോളർ കയറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് വ്യൂസിനല്ല ഡോളർ കയറുന്നത്, വാച്ച് അവേഴ്സിനാണ് കേട്ടോ നമുക്ക് ഡോളർ കയറുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോക്ക് 1K വ്യൂസ് കിട്ടി, പക്ഷെ അതിൻ്റെ വാച്ച് അവർ 10-ൽ താഴേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. 1000 വ്യൂവേഴ്സ് നമ്മുടെ ഈ ഒരു വീഡിയോ വന്ന് നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷനോ അതുപോലെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ വ്യൂസ് നമുക്ക് അവിടെ 1K കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിന്നിട്ട് ആ ഒരു വീഡിയോ സ്റ്റേ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു വ്യൂസ് ഇതിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ചില വീഡിയോസിന് 200-300 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ ആ വീഡിയോയിൽ നിന്നിട്ട് ആ വീഡിയോ മുഴുവനായിട്ടും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇവർ ആ വീഡിയോ പകുതി മുക്കാലും കണ്ടവരായിരിക്കും. നമ്മൾ ആ വ്യൂവേഴ്സിനെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാച്ച് അവർ കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 200-300 വ്യൂസ് ഉള്ള ആ ഒരു വീഡിയോസിൻ്റെ വാച്ച് അവർ ചിലപ്പോൾ നമുക്ക് ഈ 1K വ്യൂസിന് കിട്ടിയിട്ടുള്ള വാച്ച് അവറിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ആ വാച്ച് അവർ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡോളർ കയറുന്നത്. അപ്പോൾ ഓരോ വീഡിയോസിൻ്റെയും വാച്ച് അവറും വ്യൂസും വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്കിപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടവർ കാണുന്നതിനേക്കാളും കൂടുതൽ യൂട്യൂബിൽ എങ്ങനെ സക്സസ് ആവാം എന്നുള്ളവരായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. 1.5 വർഷത്തെ എൻ്റെ യൂട്യൂബ് ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്തിട്ടുള്ളത്. മോണിറ്റൈസേഷൻ ആയ പിറ്റേന്ന് തന്നെ നമുക്ക് ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല കേട്ടോ. ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ടിൽ $10 ആയതിനു ശേഷം നമുക്ക് വെരിഫിക്കേഷനും അതുപോലെ തന്നെ US ടാക്സ് ഇൻഫർമേഷൻ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് പിന്നെ $100 ആയതിനു ശേഷം മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാനും അറിയില്ല. ഞാൻ ഇതുപോലെ തന്നെ ഈ ഓരോ ടെക് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം കേട്ടോ. ഒരാളെ സഹായം ഒന്നും കൂടാതെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലാകെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ ഒറിജിനലായിട്ട് നമ്മൾ ഓൺ വീഡിയോസ് ചെയ്ത്
അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടിടുക. മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് ചെയ്താലും അതൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് പിന്നെ നമുക്കത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ വീഡിയോസ് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ അതും ഇതും വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാതെ കണ്ടൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ വേറെ വീഡിയോ ഇപ്പോൾ ഇത് തന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ചിലപ്പോൾ അവർക്കിത് അത്രത്തോളം ഉപകാരപ്പെട്ടൊന്നും വരുന്നില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കും വിജയിക്കാം കേട്ടോ. യൂട്യൂബിലൊരു സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ട് സക്സസ് ആവാൻ പറ്റും. ഞാനിപ്പോൾ ഫേസ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. കുക്കിംഗ് ചാനലാണെങ്കിലും അതുപോലെ ക്രാഫ്റ്റ്, ഗാർഡനിങ് ഇതുപോലുള്ള ചാനലുകൾക്കൊക്കെ നമുക്ക് ഫേസ് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ചാനലും നമ്മളിതുപോലെ വോയിസൊക്കെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിനും ഒരു സക്സസ് ആവാൻ പറ്റും. എൻ്റെ ഈ ഒരു വിജയത്തിന് പിന്നിലും നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സക്സസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു വിജയം വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയുകയും ചെയ്യുക. അപ്പോഴാണല്ലോ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.